സജി നന്ദ്യാട്ട് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സജി നന്ദ്യാട്ട്, ചോദ്യം ചെയ്യലിന് അരമണിക്കൂർ മുൻപ് തന്നെ ഇപ്പോൾ ഷൈൻ ഹാജരായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നമുക്കറിയാം ആ റൂമിൽ നിന്ന്, ഷൈൻ താമസിച്ച റൂമിൽ നിന്ന് ഒരു ലഹരി ഉൽപ്പന്നവും കണ്ടെത്താൻ ഡാൻസ് ഓഫ് സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായതിനു കൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുക്കില്ല എന്ന കൃത്യമായ നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹാജരായതെന്ന് മനസ്സിലാക്കണം. പക്ഷെ സിനിമാ സംഘടനകൾ, നിങ്ങളടക്കമുള്ള സിനിമാ സംഘടനകൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഇന്നൊരു നിർണായക യോഗം എക്സിക്യൂട്ടീവ് ചേരുമെന്ന് അറിയിച്ചിരുന്നു. അല്ല, അതിനകത്ത് സിനിമാ സംഘടനകൾക്ക് ഇക്കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിപ്പോ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് സാമൂഹ്യ പ്രശ്നമാണ്. ഷൈൻ ടോം ചാക്കോ ഒരു ഹോട്ടലിൽ നിന്നും എടുത്തു ചാടിയിരിക്കുന്നു ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക്. അവിടെ നിന്ന് അദ്ദേഹം പോലീസിനെ കണ്ട് ഭയന്ന് ഓടി എന്നാണ് പറയുന്നത്. എന്തിനാണ് ഓടിയത് എന്ന് ചോദിച്ചാൽ ഷൈൻ ടോം ചാക്കോ പറയുമോ, അല്ലെങ്കിൽ അദ്ദേഹം അതിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ പിന്തുണയും നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രമുഖരായ വക്കീൽ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. അവരെന്ത് പറയും, ഞങ്ങൾ വെറുതെ ഓടിയതാണ്, ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഓടുന്നത് നല്ലതാണെന്നൊക്കെ വേണം പറയും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തെളിവ് സഹിതം പിടിക്കണമായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തോടെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പരാതിക്കാരാണ്. ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആകെയുള്ളത് എന്താണ്, ICയിൽ വിൻസി പരാതിപ്പെട്ടതാണ്. ആ പരാതിപ്പെട്ടതിനനുസരിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന, ഞങ്ങൾക്ക് ചെയ്യാവുന്ന സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അതിനുള്ള നടപടികൾ എടുക്കും. മറിച്ച് നിയമപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചറുമാണ്. അപ്പൊ ഈ പ്രശ്നത്തിൽ ഷൈൻ ടോം ചാക്കോയെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ പരാതിക്കാരല്ല, തെളിവുകളില്ല. ഇനി പോലീസ് ഏതെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് 6 മാസത്തെ ഫോൺ കോളുകളോ റെക്കോർഡുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് വേണമെങ്കിൽ നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഞാൻ കരുതുന്നില്ല ഷൈൻ ടോം ചാക്കോ ഈ അവസരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ചോദ്യം ചെയ്യുകയായിരിക്കും. എന്തിനു വേണ്ടി ഓടി, ആർക്ക് വേണ്ടി ഓടി, ആര് വഴിട്ട് ഓടി, എങ്ങനെ ഓടി, എതിരെ ഓടി എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമായിട്ട് ഇതൊരു പബ്ലിക്, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ ഒരു വലിയ ഹൈപ്പായി നിൽക്കുന്ന ഒരു മാറ്റർ ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കും. മറിച്ച് നമ്മളെ സംബന്ധിച്ച് സിനിമാ സംഘടനകളെയും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കൺസേൺ ഇതല്ല. മറിച്ച് ഞങ്ങളുടെ കൺസേൺ ആണ്, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ കൺസേൺ ആണെങ്കിലും പ്രത്യേകിച്ച് എസ്പെഷ്യലി ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ വിൻസി കൊടുത്ത പരാതിയാണ്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആൾ ആരാണോ ആർക്കെതിരെ IC നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ ആൾ ഹാജരാകുമ്പോൾ ICക്ക് എന്നത് തക്കതായ നടപടികൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു. അതിന് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മോണിറ്ററിംഗ് കമ്മിറ്റി ഇടപെടുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഈ അവസരത്തിൽ. ശരി, വളരെയധികം നന്ദി ശ്രീ സജി നന്ദ്യാട്ട് സംസാരിച്ചു.